നമസ്കാരം. മദ്യനയ കേസിൽ ഇപ്പോൾ ശരിക്കും ജയിലിലായിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഇത്രനാൾ ഇ.ഡി. കസ്റ്റഡിയിലായിരുന്നു. അത് ജയിലല്ല, ഇ.ഡി. കസ്റ്റഡി തന്നെയാണ്. അതിന്റെ രീതികൾ വേറെ തന്നെയാണ്. അവിടെ എ.സിയും മണ്ണാങ്കട്ടയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി സീൻ മാറുകയാണ്. അത് അരവിന്ദ് കെജ്രിവാളിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിൽപ്പെട്ടവരൊക്കെ അഴിയെണ്ണണം എന്നൊരു ഉൾവിളി മൂപ്പർക്കുണ്ടായാൽ അതിനെ തെറ്റു പറയാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ മറ്റ് 2 മന്ത്രിമാരുടെ പേര് കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യുന്നതിനിടെ കേജ്രിവാൾ ഡൽഹി മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞത്. AAPയുടെ മുൻ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായിരുന്ന വിജയ് നായർ തന്നോടല്ല, അതിഷിയോടും സൗരഭ് ഭരദ്വാജിനോടുമാണ് ബന്ധപ്പെട്ടതെന്നും വിജയ് നായരുമായുള്ള ആശയവിനിമയം പരിമിതമായിരുന്നുവെന്നും കേജ്രിവാൾ പറഞ്ഞതായി അന്വേഷണ ഏജൻസി കോടതിയിൽ പറയുന്നുണ്ട്. ഇത് ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വിജയ് നായരുമായി അതിഷി മർലേനയ്ക്ക് എന്താണ് ബന്ധം? സൗരഭ് ഭരദ്വാജുമായി എന്താണ് ബന്ധം? ഇത് മനസ്സിലാകണമെങ്കിൽ വിജയ് നായർക്ക് ആപ് നേതാക്കളുമായുള്ള ബന്ധത്തിന്റെ ആഴം അറിയണം. അവർക്ക് മേലുണ്ടായിരുന്ന പവർ എന്താണെന്ന് അറിയണം. വിജയ് നായർ താമസിച്ചിരുന്നത് മന്ത്രിയായിരുന്ന കൈലാഷ് ഗെഹ്ലോട്ടിന് നൽകിയിരുന്ന വസതിയിലാണ്. കൈലാഷ് ഗെഹ്ലോട്ട് ആരോഗ്യ മന്ത്രിയാണ് എന്നാണ് കരുതുന്നത്. അദ്ദേഹത്തിന് നൽകിയ വസതിയിലാണ് എന്തായാലും വിജയ് നായർ താമസിച്ചിരുന്നത്. ഈ ഗെഹ്ലോട്ടിന്റെ വസതിയിൽ ഇ.ഡി. റെയ്ഡ് നടത്തിയിരുന്നു. ഗെഹ്ലോട്ട് ആകട്ടെ താമസിച്ചിരുന്നത് വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിന്റെ സ്വന്തം ബംഗ്ലാവിലുമാണ്. വിജയ് നായർ ജോലി ചെയ്തിരുന്നതാണെങ്കിലോ അത് മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലാണ്. വെറും +2 ഡ്രോപ്പ് ഔട്ട് ആയിരുന്ന വിജയ് നായർക്ക് എങ്ങനെ ഇത്തരത്തിലൊരു സംശയാസ്പദമായ രീതിയിൽ ഉയർച്ച ഉണ്ടായി എന്നത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. എന്തായാലും മദ്യനയ കേസിൽ അക്കൗണ്ട് ഓപ്പറേഷൻ നടത്തിയതൊക്കെ വിജയ് നായർ ആയിരുന്നു. ആർക്ക്, എത്ര, എങ്ങനെ, എവിടെ കൊടുത്തു, എന്തിനു പോയി, എന്തിനു വന്നു എന്നതൊക്കെ വിജയ് നായർക്ക് മനഃപ്പാഠമായിരിക്കും. ഇവർക്കുള്ള തുകകൾ വാങ്ങിയതും കൊടുത്തതും കമ്മീഷൻ അടക്കം നിശ്ചയിച്ചതൊക്കെ ഈ മലയാളിയാണെന്ന് ഓർക്കണം. എന്തായാലും അടുത്ത അറസ്റ്റ് അതിഷിയുടേതാണ് എന്നുറപ്പാണ്. ജലവകുപ്പ് മന്ത്രിയാണ് അതിഷി. ഇ.ഡിയുടെ അന്വേഷണ പരിധിയിലുമാണ്. ജലവിഭവ വകുപ്പിലെ അന്വേഷണത്തിൽ ഇ.ഡി. കോടതിയിൽ ചാർജ് ഷീറ്റ് നൽകി കഴിഞ്ഞു. അതായത് അതിഷിക്കെതിരെ ചാർജ് ഷീറ്റ് നൽകി കഴിഞ്ഞു. ഈ അഴിമതി പണമാണ്, അതായത് ഈ ജലവകുപ്പിൽ നടത്തിയ അഴിമതി പണമാണ് ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത്. 38 കോടിയോളമാണ് ഈ അഴിമതി എന്നാണ് കരുതുന്നത്. മാത്രമല്ല ഗോവ തിരഞ്ഞെടുപ്പ് ഇൻചാർജ് അതിഷിക്കായിരുന്നു. അതായത് മദ്യനയ കേസിൽ കിട്ടിയ 100 കോടിയിൽ 45 കോടി ചെലവഴിച്ചത് ഗോവയിൽ അതിഷിയാണ്. അതായത് 1 രൂപ അവിടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് മുഴുവൻ അറിയാവുന്നത് അതിഷിക്കാണ്. ഇതിൽ ഗോവ ആപ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ 30ഓളം പേരെ, ആക്ടിവിസ്റ്റുമാരെ ഉൾപ്പെടെ 30ഓളം പേരെ ഇ.ഡി. ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ പൈസ ഏതു വഴി പോയി എന്നതാണ് ചോദ്യം ചെയ്യൽ അറിയേണ്ടിയിരുന്നത്. അതിനുവേണ്ടിയാണ് ചോദ്യം ചെയ്യൽ നടത്തിയതും. അപ്പോൾ ഏതു വഴി പോയാലും അതിഷിക്ക് മുഖ്യമന്ത്രി പദം കിട്ടില്ല എന്ന് മാത്രമല്ല അറസ്റ്റിലാകുമെന്നും ഉറപ്പാണ്. അതിഷിക്ക് മുഖ്യമന്ത്രി പദം കിട്ടരുത് എന്നൊരു ധാരണ കൂടി അതിഷിയുടെയും സൗരഭ് ഭരദ്വാജിന്റെയും പേരെടുത്ത് പറഞ്ഞതിലൂടെ കേജ്രിവാൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിനു പിന്നിൽ അതിഷിയെ മാറ്റി നിർത്തുക, കേജ്രിവാളിന്റെ പത്നിയായ സുനിതയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുക എന്നൊരു നീക്കവും നടത്തുന്നുണ്ട് കേജ്രിവാൾ. പക്ഷെ അത് എത്ര കണ്ട് വിജയമാകും എന്ന് പറയാനാകില്ല. അതിഷിയുടെ പേര് പറഞ്ഞതോടെ അതിഷി കേജ്രിവാളിനെതിരെ തിരിയുകയും ചെയ്തിട്ടുണ്ട്. മദ്യനയ കേസിൽ നേരത്തെ അറസ്റ്റിലായ വിജയ് നായർ നിലവിൽ ജയിലിലുമാണ്. 100 കോടിയുടെ അഴിമതി നടത്താൻ സൗത്ത് ഗ്രൂപ്പും AAP സർക്കാരും തമ്മിലുള്ള ഇടനിലക്കാരനായത് വിജയ് നായർ പ്രവർത്തിച്ചെന്നാണ് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. മുതിർന്ന AAP നേതാക്കളായ സത്യേന്ദർ ജെയിൻ, മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് എന്നിവരും അറസ്റ്റിലായി ജയിലിൽ കഴിയുകയാണ്. തിങ്കളാഴ്ച റൌസ് അവന്യൂ കോടതി കേജ്രിവാളിനെ ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിൽ കേജ്രിവാൾ നിസ്സഹകരിക്കുകയായിരുന്നുവെന്ന് ഇ.ഡി. വാദത്തിനിടെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി കേജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ മന്ത്രിമാർക്ക് ഭരണനിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകിയതിൽ ഡൽഹി ഹൈക്കോടതി എൻഫോഴ്സ്മെന്റിന്റെ വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആവശ്യമായ നിർദ്ദേശം നൽകാൻ മദ്യനയ അഴിമതി കേസിൽ വാദം കേൾക്കുന്ന പ്രത്യേക ജഡ്ജിമാർക്കും
നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ നിന്ന് കേജ്രിവാൾ ഉത്തരവുകൾ ഇറക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. നന്ദി.